വി എസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മനസ്സിൽ പതിഞ്ഞുപോയി. അതുകൊണ്ട് കാണാം എന്നുള്ള ആഗ്രഹത്തോടി വരെ. വി എസ് ആണ് ഏറ്റവും സാധാരണക്കാരന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ. അത്രയും നല്ലൊരു മനുഷ്യൻ. വലിയതും ചെറുതും നോക്കാതെ എല്ലാവർക്കും നല്ലൊരു ഉപകാരം ചെയ്ത് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സഖാവാണ്. ഉണ്ടാകാൻ സാധ്യതയില്ല. പടനായകൻ, ജനനായകൻ, വിപ്ലവനായകൻ എല്ലാമാണ് വി എസ്. ഇനിയൊരു ഇത് നമുക്ക് ഓർമ്മകളിൽ മാത്രമേ ഇനി കിട്ടാൻ പറ്റത്തുള്ളൂ. ഇതുവരെയുള്ള വിപ്ലവ നായകനെ ഇനി അദ്ദേഹം ശരിയുടെ പക്ഷത്തേക്കുന്നൊരു സഖാവാണ്. സഖാവ് വി എസിനെ അവസാനമായിട്ട് ഒന്നുകൂടി കാണണമെന്നുള്ള അതിയായ മോഹം കൊണ്ടുകൂടിയിരുന്നു. സാധാരണക്കാരന് വേണ്ടി ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. കാര്യം പറയുന്ന നേരം പറഞ്ഞാൽ തീരില്ല. ഒരുപാട് കാര്യങ്ങൾ നല്ല മനുഷ്യൻ. വി എസിൻ്റെ പഴയ അംഗരക്ഷകനായിരുന്നു. 20 വർഷം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. പോരാട്ട വീര്യത്തിന് 2 അക്ഷരം കൊണ്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ ആ 2 അക്ഷരവും വി എസ് എന്നു തന്നെയാണ്. പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് ദർബാർ ഹാളിലെത്തിയിരിക്കുന്നത്. എവിടെന്നാ വരുന്നത്? വി എസിനെ കാണാനായിട്ട് വന്നതാണ്. വി എസിനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനായിട്ട്? വി എസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒന്നും പറയാനില്ല. പാവങ്ങളുടെ നേതാവാണ്, ധീര പോരാളിയാണ്. 36 കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് വേണ്ടി മല്ലുദ്ധം ചെയ്ത ഒരു നേതാവാണ്. അവിടെ മുതൽ ഈ 2025 കുറച്ച് കാലഘട്ടം വരെയും ധീര പോരാളി തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെയാണ് ഇഷ്ടം കൂടുതൽ. സാധാരണപ്പെട്ടവനെ സംരക്ഷിക്കുക, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. എവിടെന്നാ വരുന്നത്? ഞാൻ ഇവിടെ കുടപ്പനക്കുന്ന്. വി എസിനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ? വി എസിന് മനസ്സിൽ പതിഞ്ഞുപോയി. അതുകൊണ്ട് കാണാം എന്നുള്ള ആഗ്രഹത്തോടി വരെ. വി എസിനെ പോലെ ഒരു നേതാവ് ഇടതുപക്ഷത്തിന് കാണും? ഇല്ല എന്നുള്ളതാണ് വിശ്വാസം. ഞാൻ തിരുവനന്തപുരം പോത്തങ്കോട് ചാരുമൂട് ബ്രാഞ്ചിൽ നിന്നാണ്. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ പണ്ട് പോലെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഏറ്റവും നല്ല ഒരു സഖാവാണ്. ആ സഖാവിനെ പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചേട്ടാ എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ പെരിഞ്ഞനം. വി എസ് അത്രയും നല്ല മനുഷ്യനല്ലേ, അതുപോലത്തെ രാഷ്ട്രീയക്കാരൻ ഇല്ലെന്ന് ഇന്ത്യയിൽ. വി എസിനെ കുറിച്ച് എന്തെങ്കിലും? വി എസ് ആണ് ഏറ്റവും സാധാരണക്കാരന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ. അത്രയും നല്ലൊരു മനുഷ്യൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെയും കണ്ടിട്ടില്ല. അത്രയും ഇനി ഒരാൾ ഉണ്ടാവും ഒന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ തൽക്കാലം ഇപ്പം ഇല്ല. പ്രത്യേകിച്ച് ഇല്ലല്ല, അങ്ങനെ ഓർമ്മ എന്ന് പറയാനായിട്ട് നല്ല ആളാണ് എന്നുള്ളത് അറിയാം. നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആളാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ടു വളർന്ന ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ വളരെയധികം ഓർമ്മകൾ തന്നെയാണ്. ഞങ്ങളെ പൊന്നോന MLA വി എസിന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല കാര്യങ്ങളായി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ. വലിയതും ചെറുതും നോക്കാതെ എല്ലാവർക്കും നല്ലൊരു ഉപകാരം ചെയ്ത് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സഖാവാണ്. ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഇന്ത്യക്കകത്തിൽ ആദ്യമായിട്ട് ജനിച്ചതിൽ ഏത് നല്ലൊരു വ്യക്തി, നല്ലൊരു സഖാവ്, അദ്ദേഹം പൊന്നോമന സഖാവ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഓർക്കാൻ പോലും വിചാരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയങ്കരമായൊരു സഖാവാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമയത്തെ ഉള്ള നേതാവാണ്. വി എസിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പ്രസംഗങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരാധകൻ അങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ആരാധകരില്ല, നേതാക്കന്മാരുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ മുൻഗാമികളുണ്ട്. വി എസിനെ ആ നിലയ്ക്ക് കാണുന്നു. കറതകർന്ന കമ്മ്യൂണിസ്റ്റ്.
കാസർഗോഡ് നീലേശ്വരം. കാരണം ഒരുപാട് ആരാധിക്കുന്ന ഒരു സഖാവാണ്. അതുകൊണ്ട് ഇല്ല, നമ്മളൊക്കെ ചെറിയ പ്രായത്തിലെ അറിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും പിന്നെ ഇതിനൊരു നല്ലൊരു സഖാവ് എന്ന നിലയിലും ജ്വലിക്കുന്ന സൂര്യനേക്കാളും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ നന്നായിട്ട് VSനോട് നല്ലൊരു ആരാധനയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്, കാഞ്ഞങ്ങാടൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. പടനായകൻ, ജനനായകൻ, വിപ്ലവദായകൻ ഇല്ല, എല്ലാമാണ് VS. അതെ. ഇനി ഇതുപോലൊരു നേതാവ് ഇടതുപക്ഷത്തിന് ഉണ്ടാവും? ഇല്ല, കേരളത്തിലില്ല, 100% ഇല്ല. കേരള ചരിത്രത്തിലെ എന്നല്ല ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവ നായകനാണ് VS. ഇനിയൊരു ഇത് നമുക്ക് ഓർമ്മകളിൽ മാത്രമേ ഇനി കിട്ടാൻ പറ്റത്തുള്ളൂ. ഇതുവരെയുള്ള വിപ്ലവ നായകനെ ഇനി സൃഷ്ടിക്കുക എന്നത് തന്നെ അസാധ്യമായൊരു കാര്യമാണ്. ഓക്കെ, കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥ വിപ്ലവ നായകനെ കാണുന്നത് VSലൂടെയാണ്. VSനെ കണ്ടാണ് നമ്മളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിയതും ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത്. അത് നല്ല രീതിയിലുള്ള ഇടപെടലാണ് പുള്ളി എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ളത്. പരിസ്ഥിതി ആയിരുന്നാലും എന്തായാലും നമ്മൾ കണ്ടതില്ലേ മൂന്നാർ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് സ്ത്രീ വിഷയത്തിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇടപെട്ട മുഖ്യമന്ത്രിയായിരുന്നു. നല്ല വ്യക്തിയായിരുന്നു. അതെ. എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടോ? ഓർമ്മകൾ സാർവറ അദ്ദേഹം ശരിയുടെ പക്ഷത്തേക്കുന്ന ഒരു സഖാവാണ് എന്നും സാധാരണ ആർക്ക് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു നേതാവ് ഇടതുപക്ഷത്തിനുണ്ടാവും? രണ്ടുപേർക്കും ഇല്ലെന്നാണ് ഇനി ഒരിക്കലും ഇല്ല. VSനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ? നല്ല ഓർമ്മകളേ ഉള്ളൂ. സഖാവ് VSനെ അവസാനമായിട്ട് ഒന്നുകൂടി കാണണമെന്നുള്ള അതിയായ മോഹം കണ്ടുപാടിയിരുന്നു. ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ആയിരിക്കണമോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് VS. പാവങ്ങളുടെ മനസ്സിൽ, പാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, പാവങ്ങളുടെ മനസ്സിലെന്നും അദ്ദേഹം കഴിഞ്ഞു പോയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഹൃദയത്തിൽ കാണും, സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് സഖാവ് VS. അദ്ദേഹത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം അതാണ് അറിയുന്നത്. പണ്ട് മുതലേ അങ്ങനെ ആവേശമാണ്, യുവാക്കൾക്കും യുവതികൾക്കും ആവേശമാണ്, ഒരു വഴികാട്ടിയായിരുന്നു. സഖാവ് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ഒന്നിച്ചു നിർത്താനും മതേതരത്തിനെതിരെ വേണ്ടി പ്രവർത്തിച്ച ആളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് 32ാമത്തെ സംസ്ഥാനത്തെ കണ്ണിയും കൂടെയാണ്. വീരസഖാവിന് ആദരാഞ്ജലികൾ. VSനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനായിട്ട് ഉണ്ടാവുമോ? ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി നേരിടാനും പാവപ്പെട്ടവരുടെ ഓരോ പ്രശ്നങ്ങൾ ഉന്നമനത്തിന് വേണ്ടി പോരാടിയൊരു നേതാവാണ്. ഒരുപാട് നമ്മുടെ ചെറിയ പ്രായം മുതലേ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുവരുന്നതാണ്. ഇനി ഇതുപോലൊരു നേതാവ് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടാവും? ഇനി ഇതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് തോന്നുന്നു. അത്രയും ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു നേതാവായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് പല കാര്യങ്ങളിലും സാധാരണക്കാരന് വേണ്ടി ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനോടൊപ്പം കിടപിടിക്കാൻ ഒരു നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 73 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പിന്തുടരാൻ കഴിഞ്ഞിട്ടില്ല. ഈ വന്നുകൊണ്ടിരിക്കുന്ന തലമുറ വളരെ കമ്മ്യൂണിസത്തിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. കണ്ടിട്ടുണ്ട്. എൻ്റെ 25 വയസ്സ് മുതൽ ഞാൻ കണ്ട, ഇപ്പോൾ എനിക്ക് 76 വയസ്സായി. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അയാളുടെ കാര്യം പറയാൻ നേരം വെളുക്കുന്നത് പറഞ്ഞാൽ തീരില്ല. ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം, നല്ല മനുഷ്യൻ. എല്ലാത്തിനും ജാഥയ്ക്കും അതിനും എല്ലാത്തിനും പങ്കെടുക്കല്ലേ ഇവിടെ. ഞാൻ നേരത്തിനാണെങ്കിൽ ഇവിടെ തന്നെ എല്ലാത്തിനും വരണത്. ഞാൻ VSൻ്റെ പഴയ അംഗരക്ഷകനായിരുന്നു. 20 വർഷം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു, ഗൺമാൻ. അപ്പം താങ്കൾക്ക് എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കാണുമോ? അതെ, അദ്ദേഹത്തിൻ്റെ 20 വർഷം എൻ്റെ സർവീസ്, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇന്ന്. അങ്ങനെ 20 വർഷം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായി ജോലി ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ പൊതു ജീവിതത്തിലെ കുറേ ഭാഗങ്ങൾ നമ്മൾ പങ്കാളികളായിരുന്നു.